അനീഷ് വെച്ചടി അടി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ അനുമോൾക്ക് നല്ല മുട്ടം പണി കിട്ടി, അതുപോലെ തന്നെ അപ്പാൻ ശരത്തിന് നല്ല പണി കിട്ടി. ബിഗ് ബോസിന് പുതിയൊരു മാറ്റം, ഒരു 7ന്റെ പണി തന്നെ കിട്ടിയെന്ന് വേണം പറയാൻ. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ CS റോക്കേഴ്സ് എന്ന് പറയുന്ന ചാനൽ കാണുന്നെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിൽ കുറേ പേരുണ്ട്. അപ്പോൾ അവര് 2 പേരായിരിക്കും എവിക്റ്റായി പുറത്തു പോവുക. അതായത് എവിക്ഷൻ ഇല്ല, ഒരു സീക്രട്ട് റൂം പോലത്തെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, ക്യാമറ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ 2 പേരെ എവിക്റ്റ് ചെയ്ത് കളയുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പകരം നമുക്ക് സബ്ബായിട്ട് കളിക്കേണ്ട 2 പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കളിപ്പിക്കാന്ന് പറഞ്ഞു. നമ്മുടെ അനീഷിന് നല്ല സുഹൃത്തുക്കളൊന്നും ബിഗ് ബോസ് വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ നല്ല എനിമീസ് ആയിട്ടുള്ള 2 പേരെ സെലക്ട് ചെയ്താണ് ഗെയിം കളിപ്പിച്ചത്. ഒന്ന് അപ്പാൻ ശരത്തും അതുപോലെ തന്നെ അനുമോളും. ഇവരെ 100% ഇട്ട് കളിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പാൻ ശരത്ത് നല്ല രീതിയിൽ ഡിലേ ആക്കിയിട്ടാണ് ആ താക്കോൽ എടുത്ത് കൊടുത്തത്. അതുപോലെ തന്നെ അനുമോളും നല്ല രീതിയിൽ അത് എടുത്ത് വേഗം കളിക്കാനൊക്കെ ശ്രമിച്ചു. ചിലപ്പോൾ അത് റിയൽ ആയിരിക്കും, എന്ന അഭിനയമായിരിക്കും, നമുക്ക് അറിയത്തില്ല. 2 പേരും ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവരങ്ങനെ ചേറി കയറി നല്ലപോലെ കുറെ കഷ്ടപ്പെട്ട് എടുത്ത് ആകെ 3 കോയിൻസേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് കോയിൻസ് കളക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ ഇവിടെ 3 കോയിൻസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ എല്ലാ ടാസ്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും ഭയങ്കര മോശം പ്രകടനമാണ് നമ്മുടെ അനീഷിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അനീഷിനാണെങ്കിൽ പോയിന്റ് കയറുന്നില്ല. ഇവര് നന്നായി കളിക്കുന്നുണ്ടാവും, 100% ഇട്ട് കളിക്കുന്നുണ്ടാവും, പക്ഷെ അത് എന്തോ സാഹചര്യം കാരണം കിട്ടുന്നുമില്ല. അങ്ങനെ ബിഗ് ബോസ് ഇപ്പൊ ചോദിച്ചു, നിങ്ങളുടെ മത്സരാർത്ഥികൾ കളിക്കുന്ന കളിയിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ അനീഷ് ചാടിക്കേറി പറയുന്നു, ഇല്ല ബിഗ് ബോസ്, എന്റെ മത്സരാർത്ഥിയായ അപ്പാൻ ശരത്തും അനുമോളും കളിക്കുന്ന ഭയങ്കര ഫേക്കാണ്. അവര് കളിക്കുന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അവരെനിക്ക് നന്നായി കളിച്ച് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നു. ഇതിന്റെ പേരിൽ അപ്പാൻ ശരത്തും നമ്മുടെ അനുമോളും സ്റ്റേജിൽ കയറി, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ മുമ്പിലോട്ട് കയറി വന്നിട്ട് പൂരം വഴക്ക് എന്ന് പറഞ്ഞാൽ പൂരം വഴക്ക്. ഞങ്ങൾ 100% കളിച്ചതാണ്, എവിടെ നോക്കി നിൽക്കുന്നതാണ്, ഞങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി കളിച്ചാന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അനീഷ് അതൊന്നും തയ്യാറായി കേൾക്കാൻ ഒരു മൈൻഡ് പോലും കാണിക്കുന്നില്ല. അനീഷ് പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ ശക്തമായി കളിച്ചില്ല, എനിക്ക് വേണ്ടി കളിച്ചില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പേരിൽ 2-3 ചെറിയ പൊട്ടൽ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ അപ്പാൻ ശരത്ത് അല്ലെങ്കിൽ അനീഷിനെ കണ്ണെടുത്ത് കണ്ടുകൂടാ. അപ്പൊ ഇതുപോലത്തെ സംഭവം ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പാൻ ശരത്ത് വെച്ചടി പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അനീഷിന്. പക്ഷെ അനീഷിനെ അടിക്കാനുള്ള തന്ത്രം നമ്മുടെ അപ്പാൻ ശരത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിന്റെ പേര് മറക്കാണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് നിങ്ങളെന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് ചിലപ്പോൾ വലിയ ലൈക്കോ ചിലപ്പോൾ വലിയ വ്യൂസോ ചിലപ്പോൾ ഒന്നും കണ്ടോണമെന്നില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ കണ്ടന്റ് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ലൈക്ക് നിങ്ങൾക്ക് അടിച്ചുകൂടെ പ്ലീസ് ഗൈസ്. അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഒരു കമന്റെങ്കിലും ഇട്ടിട്ട് പോയിക്കോ.